തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ബി.ജെ.പി. പുലർത്തിയ ആത്മവിശ്വാസം ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും ചാർ സൗ പാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 400-ലധികം സീറ്റുകൾ എങ്ങനെയും കരസ്ഥമാക്കുക ഒറ്റയ്ക്ക് എന്നുള്ള ലക്ഷ്യം, 370-ലധികം സീറ്റ് ഒറ്റയ്ക്കും കൂട്ടായി 400-ലധികം സീറ്റും എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ബി.ജെ.പി. മുന്നണി കളം ഒരുക്കിയത്. എന്നാൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആകുലതയ്ക്ക് വക നൽകുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. 2019 286 സീറ്റുകൾ അവർ കരസ്ഥമാക്കിയത് 16 സംസ്ഥാനങ്ങളിൽ നിന്നായാണ്. അതിൽ തന്നെ 13 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏകദേശം 90%-100% 100% ഇടയ്ക്ക് സീറ്റുകൾ അവർ കരസ്ഥമാക്കി എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ അവരോടൊപ്പം നിൽക്കാത്ത, ഇപ്പോ മുതിർന്ന പലരും അവരുടെ കൂടെ നിൽക്കാത്ത ശിവസേന മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളുന്നു. അത് കൂടാതെ തന്നെ ഇപ്പോ കർണാടക അതിനോടൊപ്പം വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല ഭാഗങ്ങളിലും നേരത്തേക്കാൾ അല്ലെങ്കിൽ മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളതാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഘടകങ്ങൾ ഇപ്പൊ ഇനി അടുത്ത ഘട്ടത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലായാലും നേരത്തെ ഉള്ളൊരു സമവാക്യമല്ല. കർണാടകയിൽ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം, കോൺഗ്രസിന്റെ തിരിച്ചുവരവ്. അപ്പൊ ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം, വലിയ എൻ.ഡി.എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആകുലത ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല 2019 തെരഞ്ഞെടുപ്പിൽ 83 സീറ്റിൽ ബി.ജെ.പി. നേരിയ ഭൂരിപക്ഷത്തിന്റെ മാർജിൻ ഏകദേശം 10% താഴെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വലിയ മത്സരം ഇത്തവണ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഈ പറഞ്ഞ കണക്കുകളൊക്കെ അപ്പം ഏതാണ്ട് 286 സീറ്റിൽ 16 സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവർക്ക് കിട്ടിയത് എന്നുള്ള കാര്യം, 13 സംസ്ഥാനങ്ങളിൽ ഏകദേശം 90%-ലധികം സീറ്റുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം, അതുപോലെ തന്നെ 19 നടന്ന തെരഞ്ഞെടുപ്പിൽ 83 സീറ്റിൽ 10%-ലധികം മാർജിൻ അവർക്ക് നേടാൻ കഴിയാത്ത 83-ലധികം സീറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം. ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ അവരുടെ സ്ഥിതി കഴിഞ്ഞതിന്റെ അത്ര ശോഭനമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ്, ഇത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് ബി.ജെ.പി. തങ്ങൾ കണക്ക് കൂട്ടാതിരുന്ന, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള, പരമാവധി വിജയിക്കുവാൻ സാധ്യതയുള്ള 150-160 സീറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിയത്. അത് നേരത്തെ കിട്ടിയ സീറ്റുകളായിരുന്നില്ല. ഉദാഹരണം തിരുവനന്തപുരവും തൃശ്ശൂരും കേരളത്തിന്റെ കാര്യം എടുത്താൽ അവർ വളരെയധികം ഫോക്കസ് ചെയ്തിട്ടുള്ള സീറ്റുകളാണ്. അവിടെ നിന്ന് ഒരു സീറ്റ് കിട്ടിയാൽ പോലും അവർക്ക് നേട്ടമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ബി.ജെ.പി. ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് വളരെ നേരത്തെ ഈ ഒരു പ്രവർത്തന രീതിയിലേക്ക് മാറിയത്. മാത്രമല്ല, തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തന ശൈലി, പ്രധാനമന്ത്രി തങ്ങളുടെ വികസന നേട്ടങ്ങളായിരുന്നു അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതെങ്കിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ഒരു കുറച്ചുകൂടി നരേന്ദ്രമോദി ആക്രമിച്ച് കളിക്കുന്നതാണ്. നമ്മൾ ഫുട്ബോളിൽ ഒക്കെ പറയത്തില്ലേ, ഫോർവേഡ് ചെയ്യുക എന്ന് പറയും. അപ്പൊ അതാണ് നരേന്ദ്രമോദി കാണുന്നത്. നേരത്തെ ഡിഫൻസീവ് ആയിരുന്നെങ്കിൽ, പ്രതിരോധത്തിലായിരുന്നെങ്കിൽ, ഇത്തവണ എങ്ങനെയും ചില തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ, ചർച്ചകൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത് അതിന്റെ നേട്ടം കൂടി കൊയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വിദൂരമായിട്ടുള്ള പല ലക്ഷ്യങ്ങൾ അവതരിപ്പിച്ച് ചിലതൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഉദാഹരണത്തിന് രാമരാജ്യം, പ്രത്യേകിച്ച് അയോധ്യ വിഷയങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ മുൻപ് ചർച്ച ചെയ്തിരുന്നു ആണെങ്കിൽ ഇത്തവണ അത് അവർ നേടിക്കഴിഞ്ഞു. അല്ലെങ്കിൽ അത് രാമരാജ്യം എന്നുള്ളതിനേക്കാൾ ഉപരി അയോധ്യ അവിടെ ക്ഷേത്രം പണിതു കഴിഞ്ഞു. അതേസമയം തന്നെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അവലംബിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇതൊക്കെ തീർച്ചയായിട്ടും ജനങ്ങളുടെ നിത്യജീവിതത്തെ സ്പർശിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ബി.ജെ.പി. പ്രസ്ഥാനത്തിനെതിരെ ഉണ്ടാകുന്നു. ഒന്ന്, അതൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാത്രം ഇപ്പോൾ മുന്നോട്ട് പോകുന്നു, നരേന്ദ്രമോദിയെ മാത്രം ഒരു മുന്നിൽ നിർത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ള വിമർശനം. അതുപോലെ തന്നെ നേരത്തെ ഉത്തർപ്രദേശിലൊക്കെ ഉണ്ടായിരുന്ന ജാതി സമവാക്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം, അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ജാതി സെൻസസ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നുള്ള അവരുടെ ആശയങ്ങൾ, ഇതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ ചർച്ചകൾ ഇന്ത്യ ഹൃദയഭൂമിയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ OBC വിഭാഗത്തിന്റെയൊക്കെ വോട്ട് പൂർണ്ണമായും നേടിയെടുക്കുവാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെയും OBC വിഭാഗത്തിന്റെ ഒക്കെ വോട്ട്, താഴെ തട്ടിലുള്ള വിഭാഗങ്ങളുടെയൊക്കെ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ നിത്യജീവിതത്തെ സ്പർശിക്കുന്ന ചില പ്രശ്നങ്ങൾ തൊടാതെ
അതേസമയം BJP മുന്നോട്ട് വെച്ച ചില അജണ്ടകൾ പെട്ടെന്ന് നടപ്പിലാക്കിയതിന്റെ ഒരു നേട്ടം കൊയ്യുവാൻ ഇവർ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാത്തത് കൊണ്ട് ചില നഷ്ടങ്ങൾ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് അവർ പോലും കരുതുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ നേരത്തെ വിജയിക്കാത്ത ചില മണ്ഡലങ്ങളിൽ പരമാവധി ശ്രദ്ധയൂന്നുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പൊതുവായിട്ട് രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസ് കുറച്ചുകൂടി മെയ്വഴക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മുന്നോട്ട് വെച്ചു എന്നുള്ളത്. അപ്പൊ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നേട്ടം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അഥവാ ഇന്ത്യ മുന്നണി അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുപോലെയല്ല, കുറച്ചുകൂടി ഒരു സഖ്യങ്ങളിൽ നീക്കുപോക്കി നടത്തിക്കൊണ്ട് കൂടുതൽ സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മത്സരിക്കുന്ന ഒരു കോൺഗ്രസിനെയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് നേട്ടം കൊയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP അതുകൊണ്ട് തന്നെ അമ്പെ പരാജയപ്പെടുമെന്നോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകളിൽ നിന്ന് പിന്നോക്കം പോകണമെന്നോ നിർബന്ധമൊന്നുമില്ല. കാരണം അവർക്ക് മറ്റു ചില സ്ഥലങ്ങളിൽ അവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട്, നേരത്തെ കിട്ടാത്ത സീറ്റുകൾ നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരു വലിയ നഷ്ടം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നഷ്ടത്തിനുള്ള സാധ്യതയില്ല. പക്ഷെ നേരത്തെ കിട്ടിയിരുന്ന സീറ്റുകൾ പലതും കിട്ടണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും BJPയെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പ്രതീക്ഷിച്ച പലർക്കും സീറ്റ് കിട്ടിയില്ല. പെട്ടെന്ന് ചില തീരുമാനങ്ങളൊക്കെ ചില മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ടി വന്നു. അപ്പൊ ഇതൊക്കെ BJPയിൽ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ജാതി സമവാക്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാതെ നടത്തിയിട്ടുള്ള ചില സീറ്റ് വിഭജനങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന സീറ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന MP-മാരുടെ ചില വിമർശനങ്ങൾ, ഇതൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഹൃദയഭൂമിയിൽ നേരത്തെ നൽകിയ അത്രയും സീറ്റ് നൽകുന്നതിനുള്ള സാധ്യത ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷെ അതേസമയം തന്നെ മുൻപ് കിട്ടാത്ത പല സീറ്റുകളിൽ 150, 160 സീറ്റുകളിലോളം അവർ വളരെ കേന്ദ്രീകൃതമായി വളരെ ശ്രദ്ധിച്ച് നടത്തിയിട്ടുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്നാണ് കരുതുന്നത്. അപ്പം കോൺഗ്രസ് പാർട്ടി BJP പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ BJP മുന്നണിക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിലും അത് അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന ചില സീറ്റുകൾ നഷ്ടപ്പെടുത്തിയേക്കാമെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് നേട്ടം കൊയ്യുവാനുള്ള സാധ്യത മോഡി 3-0 വരും, ആ സർക്കാർ വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. മിക്ക സർവേകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 1-2 സർവേകൾ മാത്രമേ ഇതിന് വിഘാതമായി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഭൂരിപക്ഷം സർവേകൾക്കുപരിയായി നമുക്ക് തന്നെ അറിയാം, മിക്ക സ്ഥലങ്ങൾ ഇപ്പൊ ഡൽഹി എടുത്ത് നോക്കിയാലും ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ എടുത്ത് നോക്കിയാലും നമുക്കറിയാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രം ഇതിനോടകം തന്നെ എല്ലാ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് BJP വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിൽ നേരത്തെ നിലനിർത്തിയ സീറ്റുകൾ അവർക്ക് നിലനിർത്താനാവുമോ എന്നുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ സംശയമുണ്ട്. മാത്രമല്ല ഇപ്പോൾ അവരുടെ നേതാവ് തന്നെ, ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവ് തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്ര കണ്ട് UPA ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി കുറച്ചുകൂടി ഫോർവേഡ് കളിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കുറച്ചുകൂടി രംഗത്തിറങ്ങി മത്സരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഇടയിൽ അത് അങ്ങനെ ചെയ്യേണ്ടി വരുന്ന ഒരു ആകുലത ഉണ്ടായതുകൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എങ്കിലും തീർച്ചയായിട്ടും BJP ഈ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് നേരിടുന്നത്. അത് അവർക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കോൺഗ്രസ് പാർട്ടി നേരത്തെ ഉള്ളതിനേക്കാൾ വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് മത്സരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ തുടക്കത്തിലുണ്ടായിരുന്ന തങ്ങളുടെ അജണ്ട അല്ലെങ്കിൽ തങ്ങളുടെ പ്രചരണ രീതികളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് BJP അവസാന ഘട്ട അല്ലെങ്കിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പുകളിലേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും അവർ ഒരു മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്ത് മാറുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. തീർച്ചയായിട്ടും അതിനും ഗുണം കിട്ടിയേക്കാം. എന്തായാലും BJP സർക്കാർ 3-0 വരുമോ എന്നുള്ള കാര്യത്തിലല്ല, മറിച്ച് എത്ര കണ്ട് കോൺഗ്രസ് തന്റെ മുന്നണികളും നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതും അത് എത്ര കണ്ട് പ്രതിരോധിക്കുവാൻ BJPക്ക് ആകുന്നു എന്നുള്ളതുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും പ്രചരണത്തിൽ BJP കാണിക്കുന്ന ഒരു വളരെ കൃത്യത അല്ലെങ്കിൽ കുറെ കൂടി കാര്യക്ഷമമായിട്ടുള്ള ആലോചിച്ചുള്ള പ്രവർത്തനങ്ങൾ അത് തീർച്ചയായിട്ടും BJPക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻപ് കിട്ടാത്ത മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അവിടെ നിന്ന് ഒരു സീറ്റ് കിട്ടിയാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തിരിച്ചടികൾ ഉണ്ടായാൽ അതിനെ ബാലൻസ് ചെയ്യുവാനുള്ള അല്ലെങ്കിൽ അതിന് തത്തുല്യമായി മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് സീറ്റ് നേടുവാൻ BJP നടത്തുന്ന പരിശ്രമങ്ങൾ
തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഗുണം കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആകുലതയേക്കാൾ അവര് നടത്തുന്ന ശ്രമങ്ങൾക്ക് എത്രമാത്രം വിജയം കിട്ടും എന്നാണ് BJP അതിനാണ് കാത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ നില മെച്ചപ്പെടുത്താൻ തങ്ങൾക്ക് എത്രയും കഴിയുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കും എന്നുള്ളത് തന്നെയാണ്.